എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി.ബി. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏപ്രിൽ 26 അവസാനിച്ച കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വൊളാട്ടിലിറ്റിയാണ് നാം ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം കണ്ടത്. വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ നമുക്ക് തിങ്കളാഴ്ചയൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 15.03 ക്ലോസ് ചെയ്തത്. തീർച്ചയായിട്ടും പ്രീവിയസ് ഡേനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഈ ഡാറ്റ വന്നിരിക്കുന്നത്. അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ മെഗാ കാപ്പ് ടെക് കമ്പനികളുടെ റിസൾട്ട് വന്നിരുന്നു. ആൽഫബറ്റിൻ്റെയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെയും റിസൾട്ട് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. ഈ രണ്ട് കമ്പനികളാണ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അടുത്ത മാസങ്ങളിലും വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷനാണ് ഈ കമ്പനികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ഈ രണ്ട് സ്റ്റോക്കുകളും വെള്ളിയാഴ്ച കാഴ്ചവെച്ചിട്ടുള്ളത്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. $2.16 ട്രില്യൺ ആണ് ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ NVIDIയും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് വെള്ളിയാഴ്ച. കാരണം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ്. പ്രത്യേകിച്ച് NVIDIA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കാണ്. അതുകൊണ്ട് തന്നെ NVIDIയയ്ക്കും വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അടുത്ത വർഷങ്ങളിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി നമ്മൾ NVIDIA സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ട്. ടെസ്ലയും ആപ്പിളും മാത്രമാണ് സ്ലൈറ്റ് നെഗറ്റീവ് ടെറിട്ടറിയിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് നിന്ന് വരുന്ന ന്യൂസുകൾ ഈ രണ്ട് കമ്പനികളും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീടുകളിൽ വർക്ക് ചെയ്യാനുള്ള റോബോട്ടുകൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അടുത്ത 3 to 5 ഇയറിനുള്ളിൽ ഇത് ലോഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനാണ് ഈ കമ്പനികളുടെ തീരുമാനം. ഒപ്പം ആപ്പിൾ ജനറേറ്റീവ് AI ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ChatGPTയുടെ പ്രൊമോട്ടർ കമ്പനിയായ OpenAI ആയിട്ടുള്ള ഡിസ്കഷനും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഐഫോണുകളിലൊക്കെ ഒരു പക്ഷേ ജനറേറ്റീവ് AI റിലേറ്റഡ് ആയ ടൂളുകളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഈ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. ഇനി നമ്മൾ എമർജിങ് പോർട്ട്ഫോളിയോ റിസർച്ചിൻ്റെ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 24 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ US ഫണ്ടിലേക്കും അതുപോലെ തന്നെ ജാപ്പനീസ് ഫണ്ടുകളിലേക്കും നല്ല ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഡെഡിക്കേറ്റഡ് ഫണ്ടുകളിലേക്ക് 58 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇൻഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെക്ടർ വൈസ് ഇൻഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സെക്ടറിലേക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും സെമി കണ്ടക്ടർ സെക്ടറിലേക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോസ് വന്നിരിക്കുന്നത്. ഒപ്പം ഫിനാൻഷ്യൽ സെക്ടർ ഇൻഫ്ലോസ് ഉണ്ട്. ടെക്നോളജി ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ റിലേറ്റഡ് ഫണ്ടുകളിലേക്കാണ്. അത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. പ്രത്യേകിച്ച് ജനറേറ്റീവ് രംഗത്തുള്ള സ്റ്റോക്കുകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം സൂചിപ്പിക്കുന്നത് ടെക്നോളജി റിലേറ്റഡ് കമ്പനികൾക്കും നല്ല പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് അടുത്ത ദിവസങ്ങളിലും നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിൽ നിന്നാണ് ഔട്ട്ഫ്ലോ വന്നിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹയർ ഇൻഫ്ലേഷൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കൺസ്യൂമർ ഗുഡ്സിൻ്റെയൊക്കെ സെയിൽസ് കുറയും. അതുപോലെ തന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റും ആണ്. അപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളപ്പോഴും ഈ കൺസ്യൂമർ ഗുഡ്സുകളുടെ സെയിൽസൊക്കെ കുറയും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാത്രമാണ്. ഇനി നമ്മൾ ബോണ്ട് ഫണ്ടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശരിയ ബോണ്ട് ഫണ്ടുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആഴ്ചയിൽ ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഔട്ട്ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ഫണ്ടുകളിൽ നിന്ന് 15 ആഴ്ചയായിട്ട് ഔട്ട്ഫ്ലോസ് ആണ്. ഗോൾഡ് പ്രൈസ് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഗോൾഡ് വിറ്റ് മാറുന്ന അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടുകൾ റിഡംഷൻ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ന്യൂസുകളൊന്നും തന്നെ ഗോൾഡിനെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ ചൈനീസ് ഇൻവെസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിലാണ്
റിപ്പോർട്ടുകളാണ്, ഗോൾഡ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എമർജിങ് പോർട്ട്ഫോളിയോ റിസർച്ചിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ $2349.6 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ $89.38 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കോപ്പറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോപ്പർ ഒരു അവസരത്തിൽ $10,046.5 പെർ ടൺ വരെ ഉയർന്നിരുന്നു വെള്ളിയാഴ്ച. അതിന് ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 2 ഇയർ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോപ്പറിന് വലിയ രീതിയിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂജ് ഡിമാൻഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ജനറേറ്റീവ് ആയ രംഗത്തുള്ള എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ പവർ സെക്ടറിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ, ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ, ഇതൊക്കെ കോപ്പറിന് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം എക്കണോമികളിൽ ഉണ്ടാകുന്ന റീബൗണ്ട്, ഇൻഡസ്ട്രിയൽ റിക്കവറി ഒക്കെ കോപ്പറിനെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു കമോഡിറ്റി. അതുകൊണ്ട് തന്നെ കോപ്പർ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ കോപ്പർ സ്മെൽറ്റിംഗ് രംഗത്തുള്ള ഹിൻഡാൽകോ ലിമിറ്റഡ്, അതുപോലെ തന്നെ വേദാന്ത, ഈ സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും പ്രകടമാവാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. തീർച്ചയായിട്ടും മറ്റ് കമോഡിറ്റികളുടെ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് കമോഡിറ്റികളും പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചൈനയിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ 2024 ഫസ്റ്റ് ക്വാർട്ടറിലത്തെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 4.3% ക്വാർട്ടർ 1 ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് 2 മന്ത്സിൽ 10.2% പക്ഷേ മാർച്ച് മാസത്തിൽ -3.5% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും ആവറേജ് 4.3% ഇത് ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് കണക്കാക്കുന്നത് ആനുവൽ ടേൺ ഓവർ $20 മില്യൺ, അതായത് $2.76 മില്യൺ മുകളിലുള്ള കമ്പനികളിലാണ്. തീർച്ചയായിട്ടും ഇത് ചൈനയിൽ പുറത്തു വരുന്നൊരു കമ്പനികളുടെ ഒരു ഡാറ്റ മാത്രമാണ്, മറ്റു പല ഡാറ്റകളും ഉണ്ട്. ആ ഡാറ്റകളുടെ ഇമ്പാക്റ്റൊക്കെയാണ് മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസ്, റെയിൽവേ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരത മെട്രോ ട്രെയിനുകളുടെയൊക്കെ ട്രയൽ റൺ ജൂലൈയിൽ ആരംഭിക്കും. അതുപോലെ തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റണ്ണും മെയ് മാസത്തിൽ ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഒപ്പം 50 അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി ഈ ധനകാര്യ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ, അതുപോലെ തന്നെ വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകൾ, വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ, അമൃത് ഭാരത് ട്രെയിനുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം ഓർഡേഴ്സാണ് നമ്മുടെ റെയിൽവേ റിലേറ്റഡ് കമ്പനികൾക്ക് വീണ്ടും കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിൽ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ മുന്നേറിയിരുന്നു. അടുത്ത മാസങ്ങളിൽ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ധാരാളം ബിഡിങ്ങും കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ്, BEML, അതുപോലെ തന്നെ RK ഫോർജിങ്സ്, ടെക്സ്മാക്കോ റെയിൽ, അതുപോലെ തന്നെ ഈ സെക്ടറിലേക്ക് ഇപ്പോൾ വീണ്ടും മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഹിൻഡാൽകോ, അതോടൊപ്പം തന്നെ മറ്റു റെയിൽവേ റിലേറ്റഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് AC ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആംബർ എൻ്റർപ്രൈസിൻ്റെ സബ്സിഡിയറിയാണ് പുതുതായിട്ട് റെയിൽവേയിൽ AC സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ റെയിൽവേയിലുള്ള വികസനം വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്, ധാരാളം കമ്പനികളാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. റീസെൻ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് അനന്തരാജ് ലിമിറ്റഡ്, നമ്മുടെ ഒരു റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. ഈ കമ്പനി റിയൽ എസ്റ്റേറ്റ് രംഗത്തൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. അവർ ഡാറ്റാ സെൻറ്ററിലേക്കും കൂടി എൻ്റർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സെക്ടർ വലിയ രീതിയിൽ മുന്നേറുമ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് അനന്തരാജ് ലിമിറ്റഡ്. ഒപ്പം മറ്റ് കമ്പനി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ BSE
BSE കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല രീതിയിൽ മുന്നേറിയൊരു സ്റ്റോക്കാണ്. നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല മുന്നേറ്റം തന്നെയാണ് അടുത്ത വർഷങ്ങളിലൊക്കെ. പക്ഷേ റീസെൻ്റായിട്ട് സെബിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടൊരു പെനാൽറ്റി വന്നിട്ടുണ്ട്. F&O ടേൺ ഓവറിലുള്ള ടേൺ ഓവർ ഫീ ആണ്. ഈ ടേൺ ഓവർ ഫ്രീ BSE ഇതുവരെ കൊടുത്തിരുന്ന ടേൺ ഓവറിനെ പ്രീമിയം ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ NSE കൊടുത്തിരുന്നത് നോഷണൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും BSEക്ക് അഡീഷണൽ ആയിട്ട് അറൗണ്ട് 100 crore rupees പേ ചെയ്യേണ്ടി വരുന്ന റിപ്പോർട്ടുണ്ട്. സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. ടെമ്പററി ആയിട്ടൊരു റിയാക്ഷനൊക്കെ ഒരു പക്ഷേ നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. പക്ഷേ ലോങ് റണ്ണിൽ BSE റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സെസ്ക് ഇലക്ട്രിസിറ്റി രംഗത്തെ ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. വളരെ അണ്ടർ പ്രൈസ്ഡാണ് മറ്റ് ഇലക്ട്രിസിറ്റി കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളാണ് സെസ്ക് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 143-144 റേഞ്ചിലൊക്കെയാണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം ഇതിൻ്റെ ഫെയർ വാല്യൂ വരുന്നത് തന്നെ 273 രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോട്ട് ചെയ്യുന്ന റേറ്റിനേക്കാളൊക്കെ വളരെ ഹൈ ആണ് ഫെയർ വാല്യൂ. അപ്പോൾ നല്ല അപ്രീസിയേഷൻ കറണ്ട് ലെവലിൽ നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ലെവല് 143-144 റേഞ്ചൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെസ്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന ഒരു പവർ സെക്ടർ സ്റ്റോക്കും കൂടിയാണ്. IREDA നമ്മൾ IPO തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. നമ്മുടെ 2024 പിക്കുള്ളൊന്നായിരുന്നു. ഹ്യൂജ് റിട്ടേൺസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തൊരു സ്റ്റോക്കാണ്. ഇതിനൊപ്പം തന്നെ ഹഡ്കോ ഉണ്ടായിരുന്നു. ഹഡ്കോ വീണ്ടും പുതിയ ഹൈ എടുത്തിരിക്കുകയാണ്. അപ്പോൾ IREDAക്ക് നവരത്ന സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 170-172 റേഞ്ചിലൊക്കെയാണ്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും IREDAയും പുതിയ ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. ഹഡ്കോയ്ക്കും കഴിഞ്ഞ ആഴ്ചയിൽ നവരത്ന സ്റ്റാറ്റസ് കിട്ടിയിരുന്നു. ഹഡ്കോ മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും PSU NBFCകളാണ്. വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ് അടുത്ത ആഴ്ചയിൽ കാണുന്നത്. ഒപ്പം തന്നെ വണ്ടർല നമ്മുടെ തന്നെ ഒരു ടോപ്പ് പിക്കുകളിലൊന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈദ് പിക്കുകളിലൊന്നാണ് വണ്ടർലയും. ഫെയർ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫെയർ വാല്യൂവിനേക്കാളൊക്കെ വളരെ താഴെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. ഒപ്പം നമ്മുടെ തന്നെ മുമ്പത്തെ റെക്കമെൻഡേഷനായ സുല വൈൻയാർഡ്, തേജസ് നെറ്റ്വർക്ക് കഴിഞ്ഞ ആഴ്ച പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ്. പ്രത്യേകിച്ച് 5G ഇംപ്ലിമെൻറ്റേഷൻ വലിയ രീതിയിൽ മുന്നേറാൻ പോവുകയാണ്. ഒപ്പം 335 ഗ്ലോബൽ പാറ്റൻറ്റുകളുള്ള കമ്പനിയാണ്. 75 രാജ്യങ്ങളിൽ 5G ഇംപ്ലിമെൻറ്റേഷന് പ്രൊജക്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയും കൂടിയാണ് തേജസ് നെറ്റ്വർക്ക്. തീർച്ചയായിട്ടും ടെലികോം രംഗത്ത് ഉണ്ടാവുന്ന എല്ലാ ഡെവലപ്മെൻറ്റുകളും തേജസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി പോർട്ട്, വിഴിഞ്ഞം പോർട്ടിന് ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതി കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസൊക്കെ അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാവും. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് മാറുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷനും അതുപോലെ തന്നെ മറ്റ് എല്ലാ ബിസിനസ് ഡെവലപ്മെൻറ്റുകൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസാണ്. ഒപ്പം ഇന്ത്യയുടെ മാരിടൈം സെക്ടറിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും പോസിറ്റീവ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസും കൂടിയാണ്. ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് ഇന്ത്യയിലത്തെ. ഇനി വരാൻ പോകുന്നത് കൊച്ചിയും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലും വരുന്ന പോർട്ടുകളാണ്. ഇതൊക്കെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ എന്ന് പറയുമ്പോൾ വലിയ ഷിപ്പുകൾ പോർട്ടിൽ അടുപ്പിച്ച് ചെറിയ ഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കാനും അതുപോലെ തന്നെ കണ്ടെയ്നർ കൊടുക്കാനുള്ള സംവിധാനങ്ങളുള്ള പോർട്ടുകളാണ് പോർട്ടുകൾ. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ നമ്മുടെ നീഡ്സൊക്കെ മീറ്റ് ചെയ്യുന്നത് കൊളംബോ പോർട്ടും സിംഗപ്പൂർ പോർട്ടൊക്കെയാണ്. തീർച്ചയായിട്ടും അഡാനി പോർട്ടിൻ്റെ വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി മാറുമ്പോൾ ഇന്ത്യയുടെ
ഷിപ്മെൻറ്റ് രംഗത്തുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഡെവലപ്മെൻറ്റാണ്. ഇന്ത്യയുടെ എക്കണോമീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഫ്രൈറ്റ് കോസ്റ്റുകളൊക്കെ ധാരാളം താഴെ പോവും. ഇത് പൊതുവെ എക്കണോമിക്കും അതുപോലെ തന്നെ കമ്പനികൾക്കും വളരെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസാണ്. അഡാനി പോർട്ട് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നൊരു പോർട്ടുള്ളൊരു കമ്പനിയാണ്. അഡാനി പോർട്ട് ധൈര്യമായിട്ട് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാം. കാരണം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വരുന്നതോടുകൂടി വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നമ്മൾ ഈ സ്റ്റോക്ക് പ്രൈസിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ 2000 രൂപ പെർ ഷെയറൊക്കെ പ്രൈസ് ഓവർടേക്ക് ചെയ്ത് പോയേക്കാം അടുത്ത 1-2 വർഷത്തിനുള്ളിൽ. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയാണ്. 9600 കോടിക്ക് മുകളിൽ ഓർഡർ ബുക്ക് തന്നെയുണ്ട്. ഈ കമ്പനി സോളാർ എനർജി രംഗത്തേക്കും അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ രംഗത്തേക്കും കടക്കുകയാണ്. അഗ്രസീവ് പ്ലാനുകളാണ്. വളരെ സ്മോൾ ഇക്വിറ്റി ബേസുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ HG ഇൻഫ്രയെ സംബന്ധിച്ചും ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. വേദാന്ത ലിമിറ്റഡ് നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഡീമർജർ നോഡൊക്കെ ഈ മെയ് എൻഡോടുകൂടി കിട്ടുന്നതാണ് വേദാന്തയുടെ മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസം. അങ്ങനെ വരികയാണെങ്കിൽ ഡിസംബറിനുള്ളിൽ ഡീമർജർ കഴിഞ്ഞേക്കാം. അതോടൊപ്പം തന്നെ Q4 റിസൾട്ട് വന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. 1 ടൈം ഇമ്പയർമെൻറ്റ് കോസ്റ്റ് തൂത്തുക്കുടി പോർട്ടിൻ്റെ കാര്യത്തിലുള്ള ഇമ്പയർമെൻറ്റ് കോസ്റ്റാണ് പ്രോഫിറ്റബിലിറ്റി കുറച്ച് ഇടിവുണ്ടാക്കാനായിട്ട് ഉള്ളൊരു കാരണമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കോപ്പറിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ മറ്റ് അലുമിനിയം റിലേറ്റഡ് പ്രൈസുകൾ അതുപോലെ തന്നെ വേദാന്തയുടെ എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീമർജർ വെച്ച് നോക്കുമ്പോൾ വീണ്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധ്യതയുള്ള ഒരു ഡീമർജർ സ്റ്റോക്കാണ് വേദാന്ത ലിമിറ്റഡ്. നമുക്കറിയാം സൊമാറ്റോ നമ്മുടെ ടോപ്പിക്കായിരുന്നു. ടൊമാറ്റോ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. വീണ്ടും വരുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ടൊമാറ്റോ അക്വയർ ചെയ്തിരുന്ന ബ്ലിങ്കിറ്റാണ് വലിയ രീതിയിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലിങ്കിറ്റിൻ്റെ വാല്യുവേഷൻ സൊമാറ്റോയുടെ വാല്യുവേഷനേക്കാളൊക്കെ വളരെ ഹൈ ആയിരിക്കുന്ന റിപ്പോർട്ടാണ് ഗോൾഡ്മാൻ സാക്സ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് അവരുടെ ടാർഗറ്റ് പ്രൈസ് 240 രൂപ പെർ ഷെയറായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വിഗ്ഗിയുടെ IPO കൂടി വരികയാണ്. അപ്പോൾ ഈ 2 ന്യൂസുകളും സൊമാറ്റോനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ 200 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാനുള്ള ചാൻസസാണ് സൊമാറ്റോയിൽ കാണുന്നത്. ഇനി നമ്മൾ നമ്മുടെ തന്നെ ഒരു ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ 2 വീലർ 3 വീലർ രംഗത്തുള്ളൊരു കമ്പനിയാണ് ബജാജ് ഓട്ടോ. എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അവർ ഇനി CNG ബൈക്കുകൾ ലോഞ്ച് ചെയ്യുകയാണ് ജൂണിൽ. ഒപ്പം ഹൈഡ്രജൻ ബൈക്കുകളും സ്കൂട്ടറുകളും ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആദ്യമായിട്ടാണ് ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഹൈഡ്രജൻ ബൈക്കും സ്കൂട്ടറൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. ബൈബാക്ക് ഉണ്ടായിരുന്നു. 10,000 രൂപയാണ്. 10,000 രൂപ പെർ ഷെയറിനാണ് ബൈബാക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ Q4 റിസൾട്ടുകളൊക്കെ നവിച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബജാജ് ഓട്ടോ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റൊക്കെ താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബജാജ് ഓട്ടോയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ ചാൻസസ് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം നമ്മൾ മാർക്കറ്റിലുണ്ടാവാവുന്ന ചലനങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതുണ്ട്. സെക്കൻഡ് ഫേസ് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഫേസുകൾ അടുത്ത ആഴ്ചകളിലൊക്കെ വരും. ആ വോട്ടിങ്ങിനനുസരിച്ചുള്ള ന്യൂസ് ഫ്ലോസ് വരും. അതുപോലെ തന്നെ ഇലക്ഷൻ ട്രെൻഡിൻ്റെ ന്യൂസ് ഫ്ലോസൊക്കെ വരും. പൊളിറ്റിക്കലി പല ന്യൂസ് ഫ്ലോസൊക്കെ വരാം. പലതരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വന്നേക്കാം. ജനറേറ്റീവ് AI റിലേറ്റഡ് ഉപയോഗിച്ച് ധാരാളം ഫേക്ക് ന്യൂസുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ രംഗത്ത് വരുന്ന പൊളിറ്റിക്കൽ ന്യൂസുകൾ അടുത്ത ഒരു മാസത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വരുന്ന വരേക്കൊന്ന് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് സീറ്റൊക്കെ കുറയുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിലൊക്കെ കാണാം. ഇതുവരെ അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷനോ ട്രെൻഡൊന്നും വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ റിസ്ക് മാർക്കറ്റിൽ കാണണം.
അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യണം. ഒപ്പം വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കാനുള്ള ഓരോ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കഴിഞ്ഞ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എക്സ്പയറി കഴിഞ്ഞപ്പോൾ കണ്ടത് ലാസ്റ്റ് ദിവസം വലിയ രീതിയിലുള്ള ഷോർട്ട് കവറിങ് ആണ് നമ്മൾ കണ്ടത്. ഒപ്പം നല്ല രീതിയിലുള്ള പൊസിഷൻ ബിൽഡപ്പും മെയ് മാസത്തിലേക്ക് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ പിറ്റേ ദിവസം കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു ഇൻഡിക്കേഷനാണ്. ഒപ്പം നല്ല വൊളാറ്റിലിറ്റിക്കുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ വിക്സ് 10.9 ലെവലിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 9 ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലോവസ്റ്റ് ലെവലിൽ നിന്ന് വിക്സ് ഒരു പക്ഷേ ഹയസ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ് അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ ഇല്ല. മറിച്ച് ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റിലേറ്റഡ് നെഗറ്റീവ് ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതുണ്ട്. വളരെ വളരെ കോഷ്യസ് ആവണം. കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ജൂൺ 4-നാണ് എൻ്റെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരാൻ പോകുന്നത്. അതുവരെ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് വെച്ചിട്ട് ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സൊക്കെ പറയുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആണ്. പ്രൊഡിക്ഷൻസ് ഒന്നും ബലവത്താവുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഈ ഫണ്ട് മാനേജേഴ്സ് എല്ലാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി നമുക്കും എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും US-ലത്തെ ഇലക്ഷനും ഡിക്ലെയർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നവംബർ മാസം വരെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വൊളാറ്റിലിറ്റി വരാം. ഇതിനൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത് അമേരിക്കയിൽ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇലക്ഷൻ കഴിയുമ്പോൾ വളരെ സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് വരികയാണെങ്കിൽ നമ്മളും ഒരു പക്ഷേ സെക്ടർ വൈസ് വലിയ രീതിയിലുള്ള പോസിറ്റീവ് റിയാക്ഷനൊക്കെ കാഴ്ചവെച്ചേക്കാം. ഒപ്പം നിഫ്റ്റിയും സെൻസസൊക്കെ വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആവുക, വളരെ കോഷൻ ആവശ്യമാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ. അതുവരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.